നമസ്കാരം, മെഡിക്കൽ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ചർച്ച ചെയ്യുന്നത് അസ്ഥിരോഗങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മോട് സംസാരിക്കാൻ കൂടെയുള്ളത് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ ഡോക്ടർ റിജു, ഡോക്ടർ ഇബാദ് ഷാ എന്നിവരാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ശരിക്കും ആർക്കൊക്കെയാണ് ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരുന്നത്? സാധാരണഗതിയിൽ ഒരു 50 അല്ലെങ്കിൽ 60 വയസ്സിന് ശേഷം മുട്ടിന് തേയ്മാനം വന്ന് എല്ലുകൾ തമ്മിൽ ഒരയുന്ന ഒരു അവസ്ഥ വരുന്ന രോഗികൾക്കാണ് സാധാരണ നമ്മൾ മുട്ടുമാറ്റിവെക്കാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള രോഗികൾക്ക് അധിക ദൂരം നടക്കാൻ പറ്റത്തില്ല, അവർക്ക് പിടിച്ചു നടക്കേണ്ട ഒരു ആവശ്യകത വരുന്നു, അവരുടെ ഡെയിലി ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് അവർക്ക് ഭംഗം വരുന്നു. അങ്ങനെയുള്ള കണ്ടീഷനുകൾ അവർക്ക് മുട്ടുമാറ്റിവെച്ചാൽ നല്ല രീതിയിൽ ആശ്വാസം കിട്ടാറുണ്ട്. എങ്ങനെയാണ് ഈ ഒരു മുട്ട് മാറ്റി വെക്കുന്നതാണോ അതോ 2 മുട്ടും മാറ്റി വെക്കുന്നതാണോ നമുക്ക് റിസൾട്ടിൽ നന്നായിട്ട് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളത്? അത് തീരുമാനിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇപ്പൊ രോഗിയുടെ കണ്ടീഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ രോഗി ഒരു 75-80 വയസ്സുള്ള രോഗിയാണ്, വേറെ പല അസുഖങ്ങളുണ്ട്, ഹാർട്ടിന് അസുഖമുണ്ട്, അല്ലെങ്കിൽ ഡയബറ്റീസ് കൺട്രോളിലില്ല, അങ്ങനെ പല അസുഖങ്ങളുള്ള ഒരാൾക്ക് നമ്മൾ 2 മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കുറച്ച് കഠിനമായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പൊ അവർക്ക് വേറെ കോംപ്ലിക്കേഷനുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് അങ്ങനെയുള്ളവർക്ക് ഒരു മുട്ട് മാറ്റിവെച്ചതിന് ശേഷം റിക്കവർ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. മറ്റുള്ളവർക്ക് നമുക്ക് 2 മുട്ട് മാറ്റിവെക്കൽ ഒരു സിറ്റിങ്ങിൽ തന്നെ ചെയ്യാം. പക്ഷെ ഒരു മുട്ട് മാറ്റിവെക്കുന്നതിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ കൂടുതലായിരിക്കും. കാരണം സർജറി കുറച്ചും കൂടെ നീളം കൂടിയതാണ്, കുറച്ചും കൂടെ ബ്ലഡ് ലോസ് ഒക്കെ വരാം. അങ്ങനെ ഈ മുട്ടുവേദന അല്ലെങ്കിൽ മുട്ടുമായി ബന്ധപ്പെട്ട അസുഖങ്ങളിൽ ഈ സർജറി തന്നെയാണോ ലാസ്റ്റ് ഓപ്ഷൻ? അതല്ലാതെ മെഡിക്കേഷൻസ് കൊണ്ട് ക്യൂർ ആവുന്ന രീതിയിലുള്ള മുട്ടുവേദനയും മുട്ടുമായി ബന്ധപ്പെട്ട അസുഖങ്ങളും വരാറുണ്ടോ? എങ്ങനെയാണ്? ഒരു പരിധി വരെ നമുക്ക് പല അസുഖങ്ങളും ഏത് എക്സ്റ്റെന്റിലേക്ക് എത്തുമ്പോഴാണ് മുട്ടു മാറ്റിവെക്കൽ സജസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു മുട്ടിന്റെ തേയ്മാനം വരുമ്പോൾ അതിനകത്ത് ഏകദേശം 1 സെന്റിമീറ്റർ ആണ് കാർട്ടിലേജിന്റെ തിക്നെസ് വരുന്നത്. അപ്പം അത് പൂർണ്ണമായി തേഞ്ഞു പോയി അത് എല്ലും കോണ്ടാക്ട് വരുമ്പോഴാണ് നമുക്ക് ഒട്ടും നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നത്. അതിന് മുമ്പുള്ള സ്റ്റേജാണ് ഒരു 5 mm അല്ലെങ്കിൽ 7 mm ഒക്കെ തേഞ്ഞു പോയിട്ടുള്ളൂ, കുറച്ചും കൂടെ കാർട്ടിലേജ് അവിടെ ഉണ്ട്, ചെറിയ രീതിയിൽ ബ്രേസ് അല്ലെങ്കിൽ ഒറയൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്താൽ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ള രോഗികൾക്ക് നമുക്ക് ബ്രേസ് ഉപയോഗിക്കാം, മെഡിസിൻസ് ഉപയോഗിക്കാം, പിന്നെ ജോയിനകത്ത് എടുക്കുന്ന ഇഞ്ചക്ഷനുകൾ അവൈലബിൾ ആണ്. PRP എന്നൊക്കെ പറഞ്ഞ റീജനറേറ്റീവ് തെറാപ്പി ഉണ്ട്. അതെല്ലാം ചെയ്ത് നമുക്ക് ഒരു പരിധി വരെ ഓപ്പറേഷൻ ഒഴിവാക്കാവുന്നതാണ്. നമ്മൾ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കായികമായിട്ടുള്ള അധ്വാനം ചെയ്യാതിരിക്കേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ നിർബന്ധമില്ല. നോർമലായിട്ട് നമ്മൾ എന്ത് ആക്ടിവിറ്റീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ കുറയ്ക്കരുത്. കാരണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ തിരിച്ച് അതിലോട്ട് റിട്ടേൺ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ആക്ടിവിറ്റിയാണോ ചെയ്യുന്നത്, നോർമലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ ചെയ്യാം. അതിന്റെ കൂടെ ഈ ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന വഴി അവർക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ലഭിക്കും. മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരു ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ശസ്ത്രക്രിയ ആണോ? ഏറെക്കുറെ ഏതൊരു റേഞ്ച് വരെയൊക്കെ പോകുന്നുണ്ട്? കോസ്റ്റ് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഗവൺമെന്റ് കോസ്റ്റ് ക്യാപ്പ് ചെയ്തിട്ടുണ്ട്, ഇംപ്ലാന്റിന്റെ കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഏത് ഇംപ്ലാന്റ് യൂസ് ചെയ്താലും അതിന് വരുന്ന മാക്സിമം ചെലവ് സെയിം ആണ്. അത് പിന്നെ ഒരു ഹോസ്പിറ്റലുകൾക്ക് അനുസരിച്ച് സർജന്റെ ഫീസ് അനുസരിച്ച് പിന്നെ അതിന് വേറെ വഴി പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ ഫെസിലിറ്റീസ് ഒക്കെ അനുസരിച്ചാണ് കോസ്റ്റിൽ വേരിയേഷൻ വരുന്നത്. ഈ ഡിഫറെന്റ് ടൈപ്സ് ഇംപ്ലാന്റ്സിനെ കുറിച്ച് ഒന്ന് പറയാമോ? സാധാരണഗതിയിൽ എല്ലാ ഇംപ്ലാന്റ്സും നമ്മൾ കൊബാൾട്ട് ക്രോമിയം ആണ് അതിനകത്ത് മെറ്റൽ യൂസ് വരുന്നത്. ചിലതിനകത്ത് നമുക്ക് ടൈറ്റാനിയം വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഗോൾഡ് ലീ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ഇംപ്ലാന്റ് മെറ്റീരിയൽ കൊബാൾട്ട് ക്രോമിയം ആണ്. അത് ബയോ കോമ്പാറ്റബിൾ ആണ്, നമുക്ക് അലർജി റിയാക്ഷൻ അങ്ങനെ ഒന്നും വരാത്തൊരു ഇംപ്ലാന്റ് ആണ്. വർഷങ്ങളോളം അത് യൂസ് ചെയ്ത് അതിന്റെ സക്സസ് റേറ്റ് എല്ലാം പ്രൂവൺ ആണ്. ഏത് ടൈപ്പ് ഇംപ്ലാന്റ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവും? പലപ്പോഴും പല കമ്പനികളും പല രീതിയിലുള്ള ഇംപ്ലാന്റ് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് വേരിയേഷൻ വരുന്നത് മൊബൈൽ വിയറിംഗ് ഇംപ്ലാന്റ് എന്ന് പറയും. അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു റൊട്ടേറ്ററി മൂവ്മെന്റ് കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ കൂടി തന്നെ ഈ ഇംപ്ലാന്റുകളെല്ലാം തന്നെ കമ്പയറബിൾ റിസൾട്ട്സ് ആണ് സ്റ്റഡീസ് പറയുന്നത്. വലിയ ഡിഫറൻസ് ഇല്ല. ഒരു ഇംപ്ലാന്റിന് മെച്ചം എന്ന് പറയാൻ വേണ്ടി ഒരു ഇംപ്ലാന്റ് നമുക്കില്ല. ഇങ്ങനെ നമ്മൾ ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷം, മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷം വീണ്ടും ഈ മുട്ടുവേദനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ടോ? അപൂർവമായിട്ട് വരാം. കാരണം പഠനങ്ങൾ അനുസരിച്ച് മുട്ട് മാറ്റി വെച്ച് 100 രോഗികൾ നോക്കുകയാണെങ്കിൽ ഒരു 80 മുതൽ 90% രോഗികൾക്കും നല്ല രീതിയിൽ ആശ്വാസം കിട്ടാറുണ്ട്. ചില ഒരു 10 മുതൽ 20% രോഗികൾക്ക് ചെറിയ രീതിയിലുള്ള വേദന
പറയാറുണ്ട്. അതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന കാരണങ്ങൾ പറയാനില്ല. ചിലപ്പോൾ ചിരട്ടയ്ക്കുള്ള തേയ്മാനമാവാം, അല്ലെങ്കിൽ ചിരട്ട കൂടുതലായിട്ട് ഇംപ്ലാന്റിൽ തട്ടുന്നതിന്റെ വേദനയാവാം, അല്ലെങ്കിൽ ചുറ്റും ചിലപ്പോൾ റുമറ്റോയിഡ് അങ്ങനെ വാദം സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ വേദന പൂർണ്ണമായിട്ട് മാറാതിരിക്കാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. എന്നാലും ഏകദേശം 90% പേഷ്യന്റ് ക്യൂർ ആവാറുണ്ട്. ഇതിന് നമ്മൾ ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പിന്നെ എന്തെങ്കിലും സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ടോ? ഏതൊരു ഓപ്പറേഷൻ ഉള്ള പോലെ തന്നെ മുട്ടുമാറ്റിവെക്കലിലും ചെറിയ കോംപ്ലിക്കേഷനുകളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അണുബാധയാണ്. കാരണം നമ്മൾ ഒരു പുതിയതായിട്ടൊരു ഇംപ്ലാന്റ് പുറത്തുനിന്നുള്ള സാധനം വെക്കുകയാണ്. അപ്പൊ അതിനൊരു അണുബാധ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഇംപ്ലാന്റ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നൊരു റീ ഓപ്പറേഷൻ ചെയ്യേണ്ടവരുണ്ട്. അല്ലാതെ അങ്ങനെ ചെയ്താലും പിന്നെയും സക്സസ് റേറ്റ് ചിലപ്പോൾ കുറയാനും ചാൻസ് ഉണ്ട്. സക്സസ് റേറ്റ് പ്രൈമറി ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യമായി ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് കുറവാണ്. ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എത്ര ദിവസത്തിന് ശേഷം ഈ രോഗിക്ക് നടക്കാൻ പറ്റും? എത്ര ദിവസം ബെഡ് റെസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം? സാധാരണഗതിയിൽ നമ്മൾ ബെഡ് റെസ്റ്റ് എന്ന് പറയാറില്ല. കാരണം കഴിഞ്ഞ് അടുത്ത ഉടനെ തന്നെ മിക്ക സ്ഥലങ്ങളിലും നമ്മൾ വാക്കർ ഉപയോഗിച്ച് പേഷ്യന്റിനെ നടത്തിക്കും. വെയിറ്റ് ബിയർ ചെയ്ത് പേഷ്യന്റിനെ എത്ര നടത്താൻ പറ്റുമോ അത്രയും നടക്കുക എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം നടക്കുന്നോ അതിനനുസരിച്ച് സോഫ്റ്റ് ടിഷ്യൂവിന് ഒരു റിക്കവറി കിട്ടും. അപ്പം പെയിൻ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് മൂവ്മെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് മുട്ട് മാറ്റി വെച്ചതിന് ശേഷം. അപ്പോൾ മൂവ്മെന്റ് നേരത്തെ തുടങ്ങുവാണെങ്കിൽ അത്രയും നല്ല റിസൾട്ട്സ് ആയിരിക്കും അതിന് ശേഷവും കിട്ടുന്നത്. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ വേദനയാണ് മുട്ട് മടക്കാതെ വെച്ചിട്ട് കുറച്ച് നാൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും പെയിൻ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് എത്രയും പെട്ടെന്ന് വെയിറ്റ് ബിയർ കഴിയുന്നത്ര പെട്ടെന്ന് മാക്സിമം ഇച്ചിരി പെയിൻ ടോളറേറ്റ് ചെയ്താലും മുട്ട് മടക്കുക. അപ്പൊ തുടക്ക സ്റ്റേജിൽ ബുദ്ധിമുട്ടായിരിക്കും, ഇല്ലെന്നല്ല, പക്ഷെ ഗ്രാജുവലി ഈ പെയിൻ കുറഞ്ഞു വരും. ഈ പെയിൻ കുറയാനും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഫിസിയോതെറാപ്പി ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഫിസിയോതെറാപ്പി നല്ലതാണ് ഇനിഷ്യലി, പക്ഷെ നമുക്ക് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ് നമുക്ക് ആവശ്യമില്ല. കാരണം ഇതൊരു ഓപ്പറേഷൻ, ഇച്ചിരി മേജർ ഓപ്പറേഷൻ ആണ്. നമ്മൾ എല്ല് കട്ട് ചെയ്യുന്നുണ്ട്, അതിന് ചുറ്റുമുള്ള സോഫ്റ്റ് ടിഷ്യൂ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് സമയമുണ്ട്. ആ ഒരു ഹീലിംഗ് വന്നതിന് ശേഷമാണ് നമുക്ക് ഫിസിയോതെറാപ്പി ആയിട്ട് നമുക്ക് ചെയ്യുന്നത് ബെറ്റർ ആണ്. അപ്പോൾ അതൊരു യൂഷ്വലി നമ്മൾ 6 വീക്സ് കഴിഞ്ഞതിന് ശേഷം മെയിനായിട്ട് പേശികൾക്ക് ബലം വെക്കാനുള്ള എക്സസൈസുകളുണ്ട്. അപ്പോൾ അത് ക്വാഡ്രിസെപ്സ് എന്ന് പറഞ്ഞ മെയിൻ പേശിയാണ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്നത്. കൂടാതെ അതിന് ചുറ്റുമുള്ള ബാക്കി പേശികൾക്കും എക്സസൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ ശസ്ത്രക്രിയക്ക് ശേഷം ഈ വെയിറ്റ് ഉള്ള സാധനങ്ങൾ, സ്ട്രെസ് വരുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ ഉയർത്തുന്നതും അല്ലെങ്കിൽ അതുകൊണ്ട് നടക്കുന്നതൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള? അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം ചുറ്റുമുള്ള സോഫ്റ്റ് ടിഷ്യൂ ഹീൽ ആവാതെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ മുറിവ് വിട്ടു പോകാനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പം നന്നായിട്ട് സോഫ്റ്റ് ടിഷ്യൂ ഹീൽ ആയതിനു ശേഷം നമുക്ക് ഇതെല്ലാം ചെയ്യാം. നോർമലായിട്ട് നമുക്ക് പണ്ട് ചെയ്തിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഫുട്ബോൾ കളിക്കാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റി നമുക്ക് യാത്ര ചെയ്യുക, സ്റ്റെപ്പ് കയറാനും പറ്റും. ഒരു 3 months കഴിഞ്ഞതിന് ശേഷം സ്റ്റെപ്പൊക്കെ കയറുന്നതിനൊന്നും പ്രശ്നമില്ല. ഇനി നമ്മുടെ ഈ സർജറിക്ക് ശേഷം എന്തൊക്കെ ആഫ്റ്റർ കെയർ ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്ത് ഫുഡ് ഹാബിറ്റ്സോ അല്ലെങ്കിൽ വ്യായാമ മുറകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും ഒരു ആദ്യത്തെ ഒരു 2 weeks വരെ നമ്മൾ മുറിവ് നന്നായിട്ട് സൂക്ഷിക്കണം. കാരണം ആ ഇനിഷ്യൽ സ്റ്റേജിലാണ് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അപ്പം പ്രത്യേകിച്ച് മുറിവ് നനയ്ക്കാനോ അതിൻ്റെ മേളിൽ ഒന്നും കൊണ്ടിടാനോ ഉള്ള ശ്രദ്ധിക്കുക. രണ്ടാമത് ഡ്രസ്സിങ്ങിന് ഇൻകേസ് ഫോളോ അപ്പിന് പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് പോയി ഡ്രസ് ചെയ്യുക. പിന്നെ ആന്റിബയോട്ടിക് ഇൻഫെക്ഷൻ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും ആ സമയത്ത് കൂടുതലായതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടെ കെയർ ചെയ്യണം. ആന്റിബയോട്ടിക്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ സ്യൂച്ചർ റിമൂവ് ചെയ്തതിന് ശേഷം ആണെങ്കിലും ഒരു നമ്മളൊരു പ്രിക്കോഷൻ പറയും, ഇത്ര ഡിഗ്രി ബെൻഡ് ചെയ്യുക, ഇന്ന എക്സസൈസ് ചെയ്യുക. അപ്പോൾ അത് റെഗുലറായിട്ട് ചെയ്യുക. പിന്നെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഒറ്റ ചെയ്ത മുട്ടിൽ ഫോഴ്സ് കൂടുതൽ വരാതിരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോഴൊക്കെ അതുകൊണ്ടായിരിക്കും ഈ 2 മുട്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നത് അല്ലേ? അതെ. ആ സ്റ്റേജ് ആണെങ്കിലും നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കെയർ നമ്മൾ പറയും. എന്നുവെച്ചാൽ എത്ര വാക്കർ സപ്പോർട്ട്, തുടക്കത്തിൽ നമ്മൾ വാക്കർ സപ്പോർട്ടിൽ നടക്കാനായിരിക്കും പറയുന്നത്. അപ്പോൾ വാക്കർ ഉപയോഗിച്ച് തന്നെ നടക്കുക. പിന്നെ പെയിൻ മാറുന്നതിനനുസരിച്ച് നമ്മൾ തന്നെ അവർക്ക് പറയും വാക്കർ ഒഴിവാക്കാം, സ്റ്റിക്കിൽ സപ്പോർട്ട് നടക്കാം, അല്ലെങ്കിൽ ചെറിയൊരു കാലിലും കൈ പിടിച്ച് നടക്കാം. അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ഫോളോ അപ്പ് ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ചെയ്യുക.
സ്വന്തമായിട്ട് ഇപ്പം ഇത് എത്ര നാളത്തോളം നമ്മൾ ഇതിന്റെ ബാക്കപ്പ് ആയിട്ട് മെഡിസിൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി എടുക്കേണ്ട ആവശ്യം വരും? യൂഷ്വലി വേറെ എന്തെങ്കിലും സപ്ലിമെന്റ്സ് നമ്മൾ കഴിക്കേണ്ടതുണ്ടോ? സപ്ലിമെന്റ്സ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, കാൽസ്യം, വൈറ്റമിൻ ഡി, അങ്ങനെ വൈറ്റമിൻസിൻ്റെ ഒക്കെ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. പെയിൻ മെഡിക്കേഷൻസ് യൂഷ്വലി നല്ല സപ്പോർട്ട് 2 weeks മതി. അതിന് ശേഷം ഒക്കേഷണലായിട്ട് പെയിൻ ഉണ്ടെങ്കിൽ കുറച്ച് നാളും കൂടെ കഴിക്കണം. കാരണം നമുക്കൊരു ആ ബോണും നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂ മാറുന്നത്. അതെ അതെ അതെ, വാക്ക് ചെയ്ത് ജോയിന്റും ബോണും തമ്മിൽ ഇന്റഗ്രേറ്റ് ആയതിനു ശേഷം മാത്രമേ ആ പെയിൻ പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ അത് കുറേയൊക്കെ രോഗിയുടെ സൈഡിൽ നിന്നും ഉള്ള ഉണ്ട്. പിന്നെ ഫുഡ് ഹാബിറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണ്ടേ? ഫുഡ് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റാണ് നമ്മൾ പറയുന്നത്. മുട്ടയുടെ വെള്ള കഴിക്കാം, മാംസാഹാരം ചിക്കനൊക്കെ കഴിക്കാം. അപ്പം പ്രോട്ടീൻ കുറച്ചും കൂടെ ഉള്ള ഡയറ്റ് കഴിക്കുക. പിന്നെ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യുക. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഒരു ഫോറിൻ ഇംപ്ലാന്റ് ആണ് ഉള്ളത്. അപ്പം അതിന് അണുബാധ വരാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഫോക്കസ് വരുവാണെങ്കിൽ ഉടനെ തന്നെ അത് കാണിച്ച് ട്രീറ്റ് ചെയ്യണം. കാരണം രക്തത്തിൽ അണുബാധ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇംപ്ലാന്റിൽ വന്ന് ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഇംപ്ലാന്റിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് പ്രത്യേകം രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അണുബാധ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ കണ്ട് ചികിത്സ. വളരെ വ്യത്യസ്തമായ അറിവുകളാണ് ഈ ഒരു സെഷനിലൂടെ സാർ നമുക്ക് പകർന്നു തന്നത്. ഒരുപാട് നന്ദി. താങ്ക് യു. നന്ദി, നമസ്കാരം. ഇനി ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡോക്ടർ ഇബാദ് ഷായുമായി സംസാരിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. മെഡിക്കൽ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ഈ സന്ധിവേദന വരാനുള്ള കാരണങ്ങൾ? നമ്മൾ സന്ധിവേദനയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഓരോ കാരണങ്ങളുണ്ട്. ചെറുപ്പക്കാരിൽ വേറൊരു കാരണമായിരിക്കും, മുതിർന്ന ആൾക്കാർക്ക് വേറെ റീസൺസ് ആയിരിക്കും. അപ്പം ഒരു രോഗി നമ്മൾ ഒ പിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരാളെ നോക്കുമ്പോൾ തന്നെ അറിയായിരിക്കും എന്തായിരിക്കും അതിൻ്റെ റീസൺ. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരന് ഒരു 30 തൊട്ട് 50 വയസ്സ് വരെ ആണെങ്കിൽ അവർക്ക് തേയ്മാനം ആയിരിക്കില്ല. തേയ്മാനം ആവുന്നത് പ്രായമുള്ള എല്ലാവരും വിചാരിച്ച് വെച്ചേക്കുന്ന വേദന വന്ന ഉടനെ മിക്കവാറും തേയ്മാനം ആയിരിക്കുന്നത്. അതല്ല, നമുക്ക് തേയ്മാനം അല്ലാതെ റീസൺസ് ഉള്ളതെന്ന് ഒന്നെന്ന് പറഞ്ഞാൽ വാതസമ്മതം, അതായത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരം ആർത്രൈറ്റിസ് ആയിരിക്കും ആദ്യം നമ്മൾ മനസ്സിൽ വരുന്നത്. രണ്ടാമത് യൂറിക് ആസിഡിന് അത് ചെറുപ്പക്കാരിൽ തന്നെ കൂടാൻ അത്. പിന്നെ ആർക്കും എന്തെങ്കിലും മുട്ടിനോ ഏതെങ്കിലും സന്ധികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കാരണം ഡാമേജ് വരാം. അപ്പം അത് കാരണം ഈ ആർത്രൈറ്റിസ് ആയിട്ടായിരിക്കും നമുക്ക് പിന്നെ വരിക. പിന്നെ ചിലർ വൈറൽ ഫീവറോ ഈ കഴിഞ്ഞപ്പം കൊറോണ വന്ന അവരെ ഇങ്ങനെ ആൾക്കാർക്കും മുട്ടിനകത്ത് എന്തെങ്കിലും ഫ്ലൂയിഡ് കെട്ടിക്കിടന്നാലും അത് കാരണം ഇതേപോലെ സന്ധിവേദനയായിട്ട് വരും. പിന്നെ ഒരു 60 വയസ്സൊക്കെ കഴിയുമ്പോൾ വേറെ ടയർ കാരണം വരാം. അത് തേയ്മാനം എന്നാണ് നമ്മൾ പറയാം. നമ്മളിപ്പോൾ ഓരോ രോഗികൾക്കും വ്യത്യസ്തമായിട്ടുള്ള ചികിത്സകളാണ് നൽകുന്നത്. അപ്പോൾ ഓരോ രോഗിക്ക് ഏത് രീതിയിലുള്ള ചികിത്സയാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ എങ്ങനെ അത് കൺഫേം ചെയ്യും? അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു പേഷ്യൻ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് വരുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ബേസിക്കായിട്ട് ഓർത്തോപെഡിക്സ് എപ്പോഴും ഒരു എക്സ്റേ ആണ് എടുക്കുന്നത്. അതായത് നമ്മളൊരു സ്റ്റേജിംഗ് എന്ന് പറയും. അതായത് 1 തൊട്ട് 4 വരെയാണ് അതിന് സ്റ്റേജിങ് ഉള്ളത്. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ തുടക്കമായിരിക്കും, സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ അവസാനമായിരിക്കും. അപ്പം സ്റ്റേജ് 1 വരുന്ന ആൾക്കാർക്ക് നമ്മൾ ആദ്യമേ മെഡിസിൻസും എക്സസൈസും അങ്ങനെയൊക്കെ ആയിരിക്കും. മെഡിക്കേഷൻസ് ഉണ്ട്, പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അതൊക്കെ ആയിരിക്കും പറയാം. ഗ്രേഡ് 2 ആകുമ്പോഴത്തേക്ക് മെഡിസിൻസിൻ്റെ ഡ്യൂറേഷൻ കൂട്ടേണ്ടി വരും. അതിൻ്റെ കൂട്ടത്തിൽ എക്സസൈസും കാര്യങ്ങളും ചെയ്യും. പിന്നെ പുതിയ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് നമുക്കുണ്ട്. അതായത് ഇഞ്ചക്ഷനായിട്ട് ഇപ്പോൾ ഫ്ലൂയിഡ് കുറവാണെങ്കിൽ ഫ്ലൂയിഡ് ഇഞ്ചെക്ട് ചെയ്ത് വയ്ക്കാം. തേയ്മാനം കുറവാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് മജ്ജ കുത്തി വയ്ക്കുന്ന പുതിയ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അത് വെച്ച് കുറയ്ക്കുക, അങ്ങനെ ചെയ്യാം. പിന്നെ മൂന്നാമത്തെ 4ാമത്തെ സ്റ്റേജിലാണ് നമ്മൾ ഈ സർജിക്കൽ ഓപ്ഷൻസ് ഒക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമുക്ക് എന്ത് കാരണമാണ് തേയ്മാനം വരുന്നതെന്നും കൂടെ കണ്ടുപിടിക്കണം. ഞാൻ നേരത്തെ പറയുണ്ടായി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ യൂറിക് ആസിഡ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ചികിത്സിച്ചെങ്കിൽ മാത്രമേ ഫുള്ളായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്. ശരിക്കും ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ക്രമാതീതമായിട്ട് കൂടാനുള്ള എന്തെല്ലാമാണ് അതിൻ്റെ കാരണം? നമുക്ക് യൂറിക് ആസിഡ് നോർമലി എല്ലാവരുടെ ബോഡിയിലും ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനെ ഒരു ബ്ലഡിൽ നിന്ന് ഇങ്ങനെ യൂറിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു എൻസൈം ഉണ്ട്. ചിലർക്ക് ആ എൻസൈം എന്ന് പറയും അത് ആബ്സെൻ്റ് ആയിരിക്കും, ഇല്ലായിരിക്കും. അപ്പോൾ അത് കാരണം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് നമ്മളെ ബ്ലഡിൽ അക്യുമുലേറ്റ് ആയിട്ട് കിടക്കും, പുറത്ത് പോകാത്ത രീതിയിൽ. അപ്പോൾ അത് നമ്മൾ ജോയിൻസിലോ എവിടെയെങ്കിലും കെട്ടി കിടക്കുമ്പോഴായിരിക്കും ഈ
വേദന ആയിട്ടും വരുന്നത്. പിന്നെ നമ്മൾ പല കാര്യങ്ങളിലും ബ്ലഡിൽ യൂറിക് ആസിഡിന്റെ ലെവൽ കൂട്ടാം. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയും നമ്മൾ ആൽക്കഹോൾ, സ്മോക്കിംഗ്, അതാണ് ഏറ്റവും കൂടുതലായിട്ട് യൂറിക് ആസിഡ് കണ്ടത്. പിന്നെ രണ്ടാമത് റെഡ് മീറ്റ്, ബീഫ്, പോർക്ക്, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ അതേപോലെ വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൻപയർ, അതേപോലെ ടൊമാറ്റോ, ഇതെല്ലാം യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂട്ടുന്നതാണ്. അപ്പോൾ ഒരുമാതിരി ഇപ്പം നമുക്ക് അതിൻ്റെ നോർമൽ വാല്യൂ പറയുന്നത് 5ആണ്. അതിൻ്റെ അടുപ്പിച്ചൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ സാധാരണ വെള്ളം നന്നായിട്ട് കുടിക്കാൻ പറയും. അപ്പോഴത്തേക്ക് അത് മാത്രം മതി, ഡീഹൈഡ്രേഷൻ കുറയ്ക്കാന്ന് പറയും. സന്ധികൾക്ക് വേദന കൂടുതൽ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് മാറാത്തുന്ന ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ മെഡിസിൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ ഓക്കെ. ഈ സർജറി അല്ലാതെ വേറെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇതിന് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? അതെ, ഇപ്പോൾ എല്ലാവരും ഒരു ഓർത്തോപെഡിക്സിൻ്റെ എല്ലാം കഴിഞ്ഞ് ഓപ്പറേഷൻ വല്ലതും ആയിരിക്കും പറയുന്ന എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാവും. അപ്പോൾ പലരും പല ഡോക്ടേഴ്സിൻ്റെ അടുത്തിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. നമുക്ക് എപ്പോഴും സർജറി അല്ലാതെ ഇപ്പം സന്ധിവേദനയ്ക്ക് ഒത്തിരി ട്രീറ്റ്മെൻറ്റ്, ഞാൻ നേരത്തെ പറയുന്നത് മെഡിസിൻസ് ഉണ്ട്, ഡയറ്റ് മോഡിഫിക്കേഷൻ ഉണ്ട്, എക്സസൈസ് ഉണ്ട്, നേരത്തെ ഉള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട്, പിന്നെ അതേപോലെ ഫിസിയോതെറാപ്പി പല രീതിയിലുണ്ട്, ഹീറ്റ് ഉണ്ട്, അതേപോലെ നമുക്ക് ഷോക്ക് വേവ് എന്ന് പറഞ്ഞ സാധനം. ഇതെല്ലാം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഫെയിൽ ആകുമ്പോഴായിരിക്കും നമ്മൾ സർജറിയിലോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും ഈ വ്യായാമവും ഭക്ഷണ ക്രമീകരണവും കൊണ്ട് നമ്മുടെ ഈ സന്ധിവേദന ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമായിരിക്കും. അതെ, നമ്മളിപ്പം പറയുന്നത് വെച്ചാൽ നമ്മൾ ബോഡിയിൽ നിന്ന് ഒരു 2 കിലോ വെയിറ്റ് കുറച്ചാൽ തന്നെ നമുക്ക് അതിൽ 10% ജോയിൻറ്റിലോട്ടുള്ള ലോഡ് കുറയ്ക്കാം. ഇപ്പോൾ പല രോഗികളും നമ്മളോടൊന്ന് ചോദിക്കുന്ന ഇപ്പം നമുക്ക് എത്ര വെയിറ്റ് ആണ് സാധാരണ വേണ്ടത്, അപ്പം എത്രയാണ് എക്സസ് ഒരു നോർമൽ ആൾക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. പലരും നെറ്റിൽ നോക്കിയിട്ട് ബോഡി BMI എന്നൊക്കെ അത് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അതിലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. അതിന് നമ്മൾ സാധാരണ നോക്കുന്നത് ഇപ്പോൾ ഒരാളെ ഹൈറ്റ് ഒന്ന് നമ്മൾ നോക്കുക. ഇപ്പോൾ നമ്മൾ ഹൈറ്റ് ഇപ്പോൾ ഒരു 165 സെൻറ്റിമീറ്റർ ആണ് വിചാരിക്കുക. അതിൽ നിന്ന് ഒരു 100 മൈനസ് ചെയ്യുക. അതായിരിക്കും നമ്മളെ ഐഡിയൽ വെയിറ്റ്. ഇപ്പം 165 ആണെങ്കിൽ 65 കിലോ ആണ് ഒരു ഐഡിയൽ വെയിറ്റ്. പ്ലസ് മൈനസ് 1 or 2 kgs അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. അതിലിപ്പോൾ 175 ആണെങ്കിൽ മെയിൽസിലും ഫീമെയിൽസിലും ഇത് സെയിം തന്നെയാണ്, അതിന് ഒരു വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ 175 ആണ് ഹൈറ്റ് എങ്കിൽ -100, അതായത് ഒരു 75 ആ റേഞ്ചിൽ ഐഡിയൽ ആയിട്ടുള്ളത് ആ ഒരു വെയിറ്റ് ആണ്. അതിൽ കൂടുതലുള്ളതെല്ലാം ഒബീസ്. യൂഷ്വലി മോർ ദാൻ 5 kgs അപ്പാർട്ടാണ് നമ്മൾ ഒബീസ് വരുന്നത്. അപ്പോൾ അവർ +- 5 kgs അക്സെപ്റ്റബിൾ ആണ്. അങ്ങനെയാണ് ചെയ്യുക. ഈ കാൽഷ്യം അതുപോലെ വിറ്റാമിൻ ഡി സപ്ലിമെന്റ്സ് ഒക്കെ നമ്മൾ എടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് അതിന്റെ പ്രയോജനങ്ങൾ? നമ്മൾ കാൽഷ്യം, വൈറ്റമിൻ ഡി പലരും നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തും ചെയ്യാതെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരു സാധാരണ കാൽഷ്യം നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ തൈറോയ്ഡ് സർജറി കഴിഞ്ഞ ആൾക്കാർക്ക് ചിലപ്പം കാൽഷ്യം ഉണ്ടാവില്ല. അങ്ങനെ അതുപോലെ ഫ്രാക്ചർ ഉണ്ടാകുന്ന ആൾക്കാർക്ക് കാണില്ല. പക്ഷെ പലരും വിചാരിച്ച് വെച്ചാൽ ഇങ്ങനെ മുട്ട തേയ്മാനോ അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ കാൽഷ്യം കിട്ടിയ അതൊരു തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും കാൽഷ്യം കഴിച്ചെന്ന് പറഞ്ഞ് മുട്ട തേയ്മാനത്തിനൊന്നും വ്യത്യാസം പോകുന്നില്ല. മുട്ട തേയ്മാനം വേറെ ടയർ കാരണം ഉണ്ടാകുന്നതാണ്. ഫ്ലൂയിഡ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് തേയ്മാനം കുറയ്ക്കാൻ വേണ്ടി മരുന്ന് കഴിച്ചാൽ മാത്രമേ ആ വേദന മാറുള്ളൂ. അല്ലാതെ ജസ്റ്റ് കുറെ കാൽഷ്യം ഫ്ലൂയിഡ് ഉണ്ടായി വരാനായിട്ട് നാച്ചുറലി എന്തെങ്കിലും റിസോഴ്സസ് ഉണ്ടോ? നമുക്ക് നാച്ചുറലി അതായത് സിട്രസ് ഫ്രൂട്ട്സ് അതൊക്കെ കൂടുതൽ, അതായത് വെള്ളത്തിന്റെ അംശം കൂടുതലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചാൽ ബെനിഫിഷ്യൽ ആണെന്നാണ് പറയാം. അത് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നാച്ചുറലായിട്ട് ഫ്ലൂയിഡ്. ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എന്ത് മുട്ടുവേദന ഉണ്ടെങ്കിലും പോയി കാൽഷ്യം കഴിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ വ്യത്യാസം വരുന്നില്ല. പിന്നെ നമുക്ക് വൈറ്റമിൻ ഡി ആണ് വ്യത്യാസം. വൈറ്റമിൻ ഡി എടുക്കുന്നത് എല്ലിന്റെ ബലം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ ചിലർക്ക് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയാം, അത് എല്ലിന്റെ സാന്ദ്രത കുറവ്. അത് നമുക്ക് ചെറിയ വീഴുമ്പോൾ തന്നെ ചിലപ്പം ബ്രേക്ക് ചെയ്യും. അതിൽ ഏജ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത്രയും സ്ട്രെങ്ത് കാണത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ ഡി ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ട്. ശരിക്കും ഈ സാന്ദ്രത കുറവും തേയ്മാനവും തമ്മിൽ എന്താണ് ഒരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും. സാന്ദ്രത കുറവുണ്ടാണ്, തേയ്മാനം എന്താണ്? തേയ്മാനം എന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്രിക്ഷൻ കാണും, അതായത് 2 എല്ലുകൾ തമ്മിൽ പറയുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കാട്ടിലേജ് തരുണാസ്ഥി എന്ന് പറയും, അത് ഡാമേജ് വരുമ്പോഴാണ് തേയ്മാനം എന്ന് പറയുന്നത്. എല്ലിന് സാന്ദ്രത കുറവെന്ന് പറഞ്ഞാൽ പൊതുവെയുള്ള ബോണിന്റെ കട്ടി തന്നെ കുറയാം. പുറത്ത് അതിന്റെ ഔട്ട്ലൈൻ കാണും, പക്ഷെ ഉള്ളിൽ ബോൺ വീക്ക് ആവും. രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരാൾക്ക് രണ്ടും ഉണ്ടാവാം, അതായത് സാന്ദ്രത കുറവുണ്ടാവും. പക്ഷെ രണ്ടും ഒരേ സാധനം അല്ല, ട്രീറ്റ്മെന്റും ഡിഫറെന്റ് ആണ്. അതെ, നമ്മളിപ്പം സന്ധിവേദനയായിട്ട് ചികിത്സ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ എത്ര നാൾ നമ്മൾ ഈ ചികിത്സ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും?
അത് സാധാരണ ഒരു റിമറ്റോയിഡ് എന്ന് പറയുന്നത് അത് ആമവാദം തന്നെ ലൈഫ് ലോങ് തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുന്നത്. അത് ബോഡി സ്റ്റോപ്പ് അത് വീണ്ടും തിരിച്ചു വരും. പിന്നെ ആ എടുക്കുന്ന മരുന്നിന് പ്രയോജനം ഉണ്ടാവത്തില്ല, വീണ്ടും ആദ്യം തൊട്ട് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പിന്നെ യൂറിക് ആസിഡ് കാരണം ഉണ്ടാവുന്നതാണെങ്കിൽ നമുക്കൊരു 6 months വരെ ആദ്യമേ മരുന്നെടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ആ വാല്യൂ അനുസരിച്ചിട്ടാണ് പിന്നെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടതെന്ന് ചെയ്യുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ മരുന്ന് കഴിക്കാനും ഇഞ്ചക്ഷൻ എടുക്കാനും സർജറി ചെയ്യാനും ഒന്നിലും താല്പര്യമില്ലാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർക്ക് എന്താണ് അഡ്വൈസ് കൊടുക്കാനുള്ളത് സാർ? ട്രീറ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോൾ ട്രീറ്റ്മെന്റ് ഒരു കണ്ടിന്യൂ ഇല്ലാന്ന് നമുക്കറിയാം. ജസ്റ്റ് ആദ്യം എന്തെങ്കിലും വേദനയ്ക്കുള്ള മരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പെയിൻ കുറയുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ആൾക്കാർക്ക് എനിക്ക് തുടങ്ങിയാൽ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ പക്ഷം നമുക്ക് ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ കുറച്ച് വേദന കുറഞ്ഞു നിൽക്കും, പെയിൻ കില്ലർ കഴിക്കുമ്പോൾ വീണ്ടും വരും. അത് ആക്ച്വലി ദോഷം ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാരാണ് പറയുന്നത് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ റീനൽ ഡാമേജ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് കോർട്ടിസെപ്സ്, അതായത് ഫിസിയോതെറാപ്പിയും അതേപോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും പിന്നെ നമ്മൾ കുറച്ച് എക്സസൈസ് പറയുന്നത് ശരിക്കും ഈ നമുക്ക് തേയ്മാനമാണെങ്കിൽ ഈ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ എക്സസൈസുകൾ ചെയ്തിട്ട് ഡിഫറൻസ് വരും. കാരണം നമ്മൾ വ്യായാമം ചെയ്യുമ്പോഴും ഇത് വർക്കിംഗ് അല്ലേ, ഒരച്ചിൽ വരുമല്ലോ. അതാണ് ഒരു തെറ്റിദ്ധാരണ, അത് മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതായത് നമുക്ക് പറയാ ജോയിനകത്ത് ഫ്ലൂയിഡ് അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത്. ബൈ എക്സസൈസ് നമുക്ക് ആ ഫ്ലൂയിഡ് ഉണ്ടായി വരും, നാച്ചുറലി മസിൽസിന്റെ പമ്പിങ് ആക്ഷൻ വരും. അതുകൊണ്ടാണ് ഫ്ലൂയിഡ് ഉണ്ടാവുന്നത്. മസിൽ ആക്ട് ചെയ്തെങ്കിൽ മാത്രമേ, പലർക്കും വിചാരിക്കുന്നത് നമുക്ക് അനങ്ങാതിരുന്നാൽ വേദന മാറും. ആക്ച്വലി തെറ്റാണ്. അനങ്ങാതിരിക്കുമ്പോൾ മസിൽസ് സൂക്ഷിക്കും, ഫ്ലൂയിഡ് കുറവാവത്തേ ഉള്ളൂ. നമുക്ക് നടക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് എന്തായാലും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും നീ സപ്പോർട്ടോ എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്യാൻ പോലെ ചെയ്യാം. അതിന്റെ എക്സസൈസ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് എക്സസൈസ് ഉണ്ട്. അതായത് ബോൺ ആൻഡ് മസിൽ സ്ട്രെച്ചിങ് എക്സസൈസ് എന്ന് പറയും. അതായത് നമുക്ക് സൈക്ലിംഗ്, അതേപോലെ ചെറിയ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത്, മസിലും ബോണും തമ്മിൽ വലിയണം. അങ്ങനത്തെ ഒരു എക്സസൈസ് വരുമ്പോഴാണ് ഈ ഫ്ലൂയിഡ് ഉണ്ടാവുന്നത്. പമ്പിങ് ആക്ഷൻ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫ്ലൂയിഡ് വരുമ്പോഴേക്കും വേദന കുറയും. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റേജിലാണ് നല്ല എഫക്റ്റീവ് ആവുക. ഒരു സ്റ്റേജ്, അത് 3 or 4 സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കാർട്ടിലേജോ അങ്ങനെയൊന്നും കാണത്തില്ല. അങ്ങനെയുള്ള സ്ഥിതിക്കാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. അപ്പോഴാണ് ഈ മാറ്റിവെക്കൽ ആവശ്യം ചെയ്യുന്നത്. ഈ പലതരം ജോയിന്റ് റീപ്ലേസ്മെന്റുകൾ ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? നമുക്ക് ഈ എൻഡ് സ്റ്റേജിലാണ് നമ്മൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് ചെയ്യുന്നതെന്ന് പറയാം. ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിചാരിക്കണം മുട്ട് മുഴുവനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു 1 to 2 mm കാർട്ടിലേജ് ഉണ്ട് ഈ ബോണിന്റെ കവറിങ്. അതിന് റബ്ബ് ചെയ്യുമ്പോഴാണ് പെയിൻ ഉണ്ടാകുന്നത്. അതൊന്ന് ചെയ്യുന്നത് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ട് ആ ഒരു തിക്നെസ് ഉള്ള ഇംപ്ലാന്റ് നമ്മളായിട്ട് ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു നമുക്ക് നോർമലിന് പകരം ഒരു സിന്തറ്റിക് ആയിട്ട് ഒരു ജോയിന്റ് അവിടെ ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെക്കുകയാണ്. ഇന്നത്തെ പുതിയ ടെക്നീക്ക് വെച്ചിട്ട് നമുക്ക് പണ്ടൊക്കെ വലിയ സർജറി ഒരുപാട് ദിവസം ബെഡിലൊക്കെ കിടക്കേണ്ടി വരും. ഇപ്പോഴത്തെ നമുക്ക് കീ ഹോൾ വഴി അങ്ങനെ ചെറിയ സർജറീസ് ഉണ്ട്. യൂഷ്വലി നമുക്ക് സെക്കൻഡ് ഡേ തന്നെ നടക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള. ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ വലിയൊരു ശസ്ത്രക്രിയ അല്ല, അത് ഓപ്പൺ ആയിട്ട് കീറുന്നൊന്നുമില്ല. പുറമേ ഉള്ള ഒരു 5 centimeteroളം ഒരു മുറിവുണ്ടാവും. അകത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള തിക്നെസ്സിലെ പെട്ടെന്ന് ക്യൂർ ആവുന്ന രീതിയിലുള്ളത്. പിന്നെ ഇപ്പോഴും പല ടൈപ്പ് ഓഫ് ജോയിന്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്. അതായത് ഇപ്പൊ നോർമൽ ഓപ്പൺ ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന് പറയും. രണ്ടാമത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ്. അതായത് കമ്പ്യൂട്ടർ അസിസ്റ്റ് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഓരോ ഇംപ്ലാന്റിന് സൈസ് ഉണ്ട്. ഇപ്പൊ മെയിലിന് പോലെയല്ല ഫീമെയിൽ, അത് 40 വയസ്സ്, അയാൾക്ക് പോലെയല്ല 50 വയസ്സ്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കൊരു വാല്യൂ തരും. അപ്പോൾ ആ അനുസരിച്ചുള്ള ഇംപ്ലാന്റ് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്തോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വരുത്തി ആ പേഷ്യന്റ് സ്പെസിഫിക് ആയിട്ടുള്ള സാധനം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റോബോട്ടിക് അസിസ്റ്റഡ് ആകുമ്പോഴത്തേക്ക് സർജന് ഫീൽഡിൽ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മള് എൻ്റർ ചെയ്ത് കൊടുക്കുക, അത് തന്നെ കറക്റ്റ് മെഷർമെന്റ് എടുത്തിട്ട് കട്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യാനും അത് സർജറി ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും മാത്രം. ബാക്കി നമ്മൾ അതിന്റെ വാല്യൂ ഫീഡ് ചെയ്ത് എന്തായാലും ഇൻഡിപെൻഡന്റ് ആക്കാൻ ഒക്കത്തില്ല. സർജറിന്റെ ഓൺലി തിങ് ഈസ് നമുക്ക് മൾട്ടിപ്പിൾ ഇപ്പോൾ ഒരു കേരളത്തിൽ അങ്ങനെ അവൈലബിൾ ആണോ? ഒരു 6 or 7 സെന്റർ റോബോട്ടിക് കോസ്റ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത്? നമുക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു നോർമൽ ഇംപ്ലാന്റ് യൂഷ്വലി ഒരു ഗവൺമെന്റ് ക്യാപ്പിംഗിലുണ്ട് ഒരു 68,000 to 70,000 ആണ് ഇംപ്ലാന്റിന്റെ കോസ്റ്റ് വരുന്നത്.
പിന്നെ അവിടെ തന്നെ ഡിഫറെന്റ് ഇംപ്ലാന്റ്സിന്റെ കോസ്റ്റ് സെയിം അനുസരിച്ചിട്ടായിരിക്കും തന്നെയാണ് ടാപ്പിംഗ്. നീന്റെ ഹിപ്പിന്റെ ആകുമ്പോഴത്തേക്ക് അത് 1 lakhന് മേളിൽ പോകും. പോകും. പിന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് ജോയിന്റ് ബിയറിംഗ് എന്ന് പറയും. മെറ്റൽ ഓൺ പോളി, പിന്നെ സെറാമിക് ഓൺ പോളി. അപ്പൊ സെറാമിക് ആകുമ്പോൾ കുറച്ചും കൂടെ ലാസ്റ്റിംഗ് ആയിരിക്കും. അതനുസരിച്ച് കോസ്റ്റിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഹിപ്പിലാണ് അത്രയും ഓപ്ഷൻസ് ഉള്ളത്. നീല് നമുക്ക് നോർമലി എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. വളരെ വ്യത്യസ്തമായ അറിവുകളാണ് സർ ഈ സെഷനിലൂടെ നമുക്ക് പകർന്നു തന്നത്. ഒരുപാട് നന്ദി. താങ്ക് യു സർ. ഇനി പ്രേക്ഷകരോടായിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു സന്ധിവേദന അല്ലെങ്കിൽ അസ്ഥിപരമായിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യമേ ഒരു ഡോക്ടറെ കണ്ട് അതായത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. മുഖ്യമുള്ള 90% ആൾക്കാർക്കും വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കില്ല. ജസ്റ്റ് അവർക്ക് ഒരു റീഹാബിലിറ്റേഷനോ അല്ലെങ്കിൽ വാക്കിംഗ് എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും മതിയായിരിക്കും. പിന്നെ അതേപോലെ ഈ യൂറിക് ആസിഡോ അതായത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അങ്ങനത്തെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് എപ്പോഴും പറയുന്നത്. അപ്പം നമ്മൾ ആക്റ്റീവ് ലൈഫ് സ്റ്റൈല് ചെയ്യുക, അതേപോലെ സൺലൈറ്റ് കൊള്ളുക, കാൽഷ്യം കൂടുതലായിട്ടുള്ള ഭക്ഷണം, അതായത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, അതേപോലെ കാൽഷ്യം കൂടുതലുള്ള വെള്ള നിറത്തിലുള്ള ആഹാരത്തിലെല്ലാം കാൽഷ്യം കൂടുതലുണ്ടെന്നാണ്. അങ്ങനത്തെ കൂടുതലായിട്ട് ചെയ്യുക. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റെങ്കിലും രാവിലെയും വൈകിട്ട് വ്യായാമം ചെയ്യുക. ബോൺസിൻ്റെയും മസിൽസിൻ്റെയും ആരോഗ്യത്തെ ശ്രദ്ധിക്കുക. അതേപോലെ. താങ്ക് യു സർ. ഓക്കെ.